ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 14. തസ്യ ചക്ഷിതി വയോ മഹോ നിരദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകഥയാം വിശൻ സുഖീയാദിതേ പദമനാവൃതം വിഭോ. സാരാംശം: കഴിഞ്ഞ ശ്ലോകത്തിൽ ക്രമമുക്തിയെ നേടാൻ വേണ്ടി സൂക്ഷ്മശരീരത്തോടെ നിർഗമിച്ച് ജീവാത്മാവ് ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിച്ചതായി പറഞ്ഞു. എന്നാൽ ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ജീവാത്മാവ് ബ്രഹ്മാണ്ടം പിളർന്നതെന്ന് വിസ്തരിക്കുന്നു. തികച്ചും വേദാന്തത്തിൽ അധിഷ്ഠിതമായ മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു ശ്ലോകമാണിത്. അല്ലയോ വിഭോ, പരിപൂർണനായിട്ടുള്ളവനെ, ഭക്തവത്സലനായ ഭഗവാൻ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത്. ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളാണുള്ളത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, പിന്നെ മഹത്തത്വം, മായ എന്നിവയാണ് ആ 7 ആവരണങ്ങൾ. പരമയോഗിയായ ജീവാത്മാവ് തൻ്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള തത്വങ്ങൾ ബ്രഹ്മാണ്ടത്തിലെ ഓരോ ആവരണങ്ങളിലും അതത് രൂപത്തിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് പറയാൻ പോലും പറ്റാത്ത അതിയായ ആനന്ദം അനുഭവിച്ച് അങ്ങയുടെ ഭക്തൻ ഒരു ആവരണവുമില്ലാതെ അങ്ങയുടെ പദത്തെ, അതായത് പരബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു. നമ്മുടെ ശരീരവും പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമാണ്. ഭൂമിയിൽ വസിച്ചും ഭൂമിയിലുണ്ടാകുന്ന ആഹാരപദാർത്ഥങ്ങൾ പാകം ചെയ്തു ഭക്ഷിക്കുന്നു. ശരീരത്തിൽ 3/4 ഭാഗവും ജലാംശമാണ്. ശരീരത്തിലെ ചൂട് കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. വായുവാണ് ശ്വസിക്കുന്നത്. ആ വായുവിൽ നമുക്ക് വേണ്ട പഞ്ചപ്രാണനും ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിക്കുന്ന ആഹാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ദഹനം കഴിഞ്ഞ് ഉള്ള അനാവശ്യ സാധനങ്ങളും മാലിന്യങ്ങളും പുറത്തു തള്ളാനും വായു സഹായിക്കുന്നു. ആകാശം എന്തൊരു സ്പേസാണ്. ഭക്ഷണമോ ജലമോ ആഹരിക്കണമെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സ്ഥലം വേണമല്ലോ. അതിനെയാണ് ശരീരത്തിലെ ആകാശം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പറയാൻ അശക്തനാണ്. നല്ലൊരു ആചാര്യനിൽ നിന്ന് ഇതിനെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണേ എന്നൊരു പ്രാർത്ഥനയും ഓരോരുത്തർ